പെനിൻസുലാർ റിവേഴ്സിനെ കുറിച്ച് പാർട്ട് 1 നമ്മൾ ഒരു ഡിസ്കഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് കുറച്ചുകൂടി റിവേഴ്സിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. നമുക്ക് നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് വെസ്റ്റ് ഫ്ലോയിങ് പെനിൻസുലാർ റിവേഴ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ മേജർ ഈസ്റ്റ് ഫ്ലോയിങ് പെനിൻസുലാർ റിവേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന നദികൾ മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി എന്നിവയാണ്. മഹാനദിയെക്കുറിച്ചാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മഹാനദിയുടെ ഒറിജിൻ വരുന്നത് റായ്പൂർ ഡിസ്ട്രിക്റ്റിലെ ഉള്ള സിധാവ എന്ന് പറഞ്ഞ സ്ഥലമാണ് ഒറിജിനായിട്ട് വരുന്നത്. പക്ഷേ 10th സ്റ്റാൻഡേർഡ് ബുക്കിൽ മൈക്കല ഹിൽസാണ് മഹാനദിയുടെ ഒറിജിൻ എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ അത് കൊടുക്കും. പിന്നെ മഹാനദി ഒഴുകുന്നത് ഛത്തീസ്ഗഡിൽ കൂടെയും ഒഡീസ സംസ്ഥാനത്തിലൂടെയാണ്. 851 കിലോമീറ്ററാണ് ലെങ്ത്ത് വരുന്നത്. ക്യാച്ച്മെൻറ്റ് ഏരിയ 1.42 ലാക്ക് സ്ക്വയർ കിലോമീറ്ററാണ്. ബേ ഓഫ് ബംഗാളിലേക്കാണ് അത് ചെന്ന് പതിക്കുന്നത്. കട്ടക്ക്, സംബൽപൂർ എന്നീ സിറ്റികൾ മഹാനദിയുടെ തീരത്താണ് വരുന്നത്. മഹാനദിയിലൂടെ നമ്മൾ നാവിഗേഷൻ പോസിബിളാണ്. അതിൻ്റെ ട്രിബ്യൂട്ടറീസ് ആയിട്ട് വരുന്നത് ഐബ്, ടെൽ, ഷിയോനാഥ് ശിവനാഥ് എന്നീ നദികളാണ്. അതിൽ ഷിയോനാഥ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് പ്രൈവറ്റൈസ്ഡ് റിവറാണ്. മഹാനദി ഒരു ലാർജസ്റ്റ് റിവർ സിസ്റ്റമാണ് ഒഡീസയിൽ. ഇതിനെ സോറോ ഓഫ് ഒഡീസ എന്നും അറിയപ്പെടുന്നുണ്ട്. പാരാദീപ് പോർട്ട് ലൊക്കേറ്റ് ചെയ്യുന്നത് മഹാനദിയുടെ ആണ്. പിന്നെ ദേവി റിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാനദിയുടെ ഒരു ഡിസ്ട്രിബ്യൂട്ടറിയാണ്. അതായത് പിന്നെ ഈ ഒലീവ് റെഡ്ലി സീ ടർട്ടിൽസ്, കടലാമകളുടെ ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് അവർക്ക് താമസ സ്ഥലമായിട്ട് വരുന്നത് ഈ ദേവി നദിയുടെ മൗത്തായിട്ട്, അതിൻ്റെ തുടക്ക ഭാഗമാണ്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഗോദാവരി നദിയാണ്. ഗോദാവരി നദിയുടെ ഒറിജിൻ വരുന്നത് മഹാരാഷ്ട്രയിലുള്ള നാസിക് ഡിസ്ട്രിക്റ്റിലെ ത്രിംബകേശ്വർ ഹിൽസിൽ നിന്നാണ്. ബേ ഓഫ് ബംഗാളിലാണ് ഗോദാവരി നദി ചെന്ന് പതിക്കുന്നത്. 1465 കിലോമീറ്റർ നീളമുണ്ട്. ക്യാച്ച്മെൻറ്റ് ഏരിയ വരുന്നത് 3.13 ലാക്ക് സ്ക്വയർ കിലോമീറ്റർ ആണ്. 49% മഹാരാഷ്ട്രയിലും 20% മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലുമായിട്ടും ബാക്കിയുള്ള ഭാഗം ആന്ധ്രാപ്രദേശിലുമാണ് വരുന്നത്. ഗോദാവരി അറിയപ്പെടുന്നത് വൃദ്ധഗംഗ എന്നാണ്. അപ്പോൾ വൃദ്ധഗംഗ എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ ഗോദാവരിയാണ് ഇന്ത്യയിലെ ലാർജസ്റ്റ് പെനിൻസുലാർ റിവർ സിസ്റ്റമായിട്ട് വരുന്നതും ലോങ്ങസ്റ്റ് പെനിൻസുലാർ റിവറായിട്ട് വരുന്നതും. അതുപോലെ തന്നെ ഗംഗ ഒരു ഹിമാലയൻ റിവറാണ്. ഗംഗ കഴിഞ്ഞാൽ സെക്കൻഡ് ലോങ്ങസ്റ്റ് റിവറായിട്ട്, അല്ലെങ്കിൽ ഗംഗ കഴിഞ്ഞാലുള്ള ഒരു ലോങ്ങസ്റ്റ് റിവറായിട്ട് വരുന്നത് ഗോദാവരിയാണ്. ലോങ്ങസ്റ്റ് റിവർ ഇൻ ഇന്ത്യ വിച്ച് ഈസ് കംപ്ലീറ്റ്ലി ലൊക്കേറ്റഡ് ഇൻസൈഡ് ഇന്ത്യ. അതായത് ഇപ്പോൾ ഗംഗയൊക്കെ പുറത്തേക്ക് വേറെ രാജ്യങ്ങളുമായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. പക്ഷേ ഗംഗ ഇന്ത്യയിൽ മുഴുവനായിട്ടല്ല, എന്താ പറയുക, ഗോദാവരിയുടെ നദിയുടെ മുഴുവൻ ഭാഗവും ഇന്ത്യയിലാണ് ഒഴുകുന്നത്. അങ്ങനെ ഒരു നദിയാണ് ഗോദാവരി. ഗോദാവരിയുടെ ട്രിബ്യൂട്ടറീസ് ആയിട്ട് വരുന്നത് വർധ, പെൻഗംഗ, വെയിൻഗംഗ, ശബരി, പ്രവര, ഇന്ദ്രാവതി, പ്രൻഹിത, മഞ്ചീറ. ഹൈദരാബാദും സെക്കന്ദരാബാദും വാട്ടർ സപ്ലൈക്ക് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്നത് മഞ്ചീര റിവറിനെയാണ്. അത് നമ്മുടെ ഈ ഗോദാവരി നദിയുടെ ഒരു ട്രിബ്യൂട്ടറി ആണെന്ന് പറഞ്ഞു. പിന്നെ ഡാംസ് ഉള്ളത് ഒന്ന് തെലങ്കാനയിൽ ശ്രീരാം സാഗർ ഡാം, പിന്നെ പോച്ചമ്പാട് പ്രൊജക്റ്റ്, ഇതൊക്കെയാണ് ഡാമുകളുള്ളത്. പിന്നെ ഡെൽറ്റായിക് ലെങ്ത്തിൽ മാത്രമായിട്ടാണ് ഈ നദി ഒഴുകുന്നത്. രാജമൗദ്രി കഴിഞ്ഞാൽ ഈ റിവർ മൾട്ടിപ്പിൾ ബ്രാഞ്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഏറ്റവും മെയിൻ സിറ്റീസ് എന്ന് പറഞ്ഞാൽ നിസാമാബാദും നാസിക്കുമാണ്. ഇന്ത്യയുടെ ലാർജസ്റ്റ് ലിഫ്റ്റ് ഇറിഗേഷൻ പ്രൊജക്റ്റായിട്ടുള്ള കാലേശ്വരം ഗോദാവരി റിവറിൻ്റെ ഭാഗമാണ്. തെലങ്കാന വരുന്നത് ഗോദാവരിയുടെയും കൃഷ്ണ ഡെൽറ്റിൻ്റെയും ഇടയിലായിട്ടാണ്. അതുപോലെ തന്നെ ബിഗ്ഗസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് ഇൻ സൗത്ത് ഇന്ത്യ ആയിട്ടുള്ള കൊല്ലേരു വരുന്നതും തെലങ്കാനയിലാണ്, ഗോദാവരി നദിയിലാണ്. ഇൻ ഗോദാവരി ഡെൽറ്റ കൊറിങ്ക മാൻഗ്രൂവ് ഫോറസ്റ്റസ് ഉണ്ട്. അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൃഷ്ണ എന്ന നദിയാണ്. കൃഷ്ണ നദിയുടെ ഒറിജിൻ വരുന്നത് മഹാരാഷ്ട്രയിലെ മഹാബലേശ്വറിലെ സഹ്യാദ്രിയിൽ നിന്നാണ്. അതുപോലെ തന്നെ അത്
എൻഡപ്പ് ചെയ്യുന്നത് ബേ ഓഫ് ബംഗാളിലാണ്. 1401 കിലോമീറ്റർ ലെങ്ത്തുള്ള നദിയാണ്. പെനിൻസുല റിവേഴ്സിൽ സെക്കൻഡ് ലാർജസ്റ്റ് ഈസ്റ്റ് ഫ്ലോയിങ് റിവറാണ് കൃഷ്ണ. 27% കൃഷ്ണയുടെ ക്യാച്ച്മെൻറ്റ് ഏരിയ വരുന്നത് മഹാരാഷ്ട്രയിലാണ്. 44% കർണാടകയിലാണ്. 29% ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും കൂടിയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നത് കർണാടക ഭാഗത്താണ്. കൃഷ്ണയുടെ മറ്റു പേരുകളാണ് പതലഗംഗ, അർദ്ധഗംഗ, തെലുഗു ഗംഗ എന്നൊക്കെ. അപ്പോൾ ഈ ഗംഗ എന്ന പേര് കേൾക്കുമ്പോൾ ഇതുമായിട്ട് ബന്ധമാണെന്ന് തോന്നും. അത് ഗംഗാ നദിയല്ല, കൃഷ്ണാ നദിയുടെ വേറെ പേരുകളാണ്. വിജയവാഡ കൃഷ്ണാ നദിയുടെ തീരത്ത് വരുന്ന ഏറ്റവും വലിയൊരു സിറ്റിയാണ്. കൊയ്ന, തുംഗഭദ്ര, ഭീമ, മലപ്രഭ, ഗതപ്രഭ, മുസി ഇതൊക്കെയാണ് കൃഷ്ണാ നദിയുടെ ട്രിബ്യൂട്ടറീസ് ആയിട്ട് വരുന്നത്. തുംഗഭദ്ര നദിയുടെ തീരത്താണ് വിജയനഗരം, ഹംപി ഇതൊക്കെ വരുന്നത്. മുസി റിവറിൻ്റെ തീരത്താണ് ഹൈദരാബാദ് സിറ്റി ലൊക്കേറ്റ് ചെയ്യുന്നത്. കൃഷ്ണ നദിയിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ഡാംസാണ് കർണാടകയിലെ അൽമാട്ടി, ആന്ധ്രാപ്രദേശിലെ ശ്രീശൈലം, ആന്ധ്ര തെലങ്കാന ബോർഡറിൽ വരുന്ന നാഗാർജുന സാഗർ ഡാം. മിസിസിപ്പി ഡെൽറ്റ അല്ലെങ്കിൽ ബേർഡ് ഫുഡ് ഡെൽറ്റ എന്ന 2 പേരുകൾ കൃഷ്ണ ഡെൽറ്റയ്ക്ക് ഉള്ള പേരുകളാണ്. പിന്നെ കൃഷ്ണ റിവറിലാണ് തെലുങ്കു ഗംഗ പ്രൊജക്റ്റ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാവേരി നദിയെക്കുറിച്ചാണ്. കാവേരി നദിയുടെ ഉത്ഭവം വരുന്നത് കർണാടകയിലെ കൊടഗു ഡിസ്ട്രിക്റ്റിൽ ബ്രഹ്മഗിരി ഹിൽസിൽ നിന്നാണ്. ബേ ഓഫ് ബംഗാളിലേക്കാണിത് ഡിസ്ചാർജ് ആവുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ലാസ്റ്റ് പോയിൻ്റ് വരുന്നത്. ഡിസ്റ്റൻസ് 800 കിലോമീറ്ററാണ്. അത് തമിഴ്നാടുവിലൂടെയും കർണാടകയിലൂടെയും പാസ് ചെയ്തിട്ടാണ് ബേ ഓഫ് ബംഗാളിലേക്ക് എത്തുന്നത്. ദക്ഷിണ ഗംഗ എന്നാണ് കാവേരിക്ക് നമ്മൾ വേറൊരു പേര് കൊടുത്തിരിക്കുന്നത്. പിന്നെ കാവേരി നദി തട അത് കാവേരി റിവർ വാട്ടർ ട്രിബ്യൂണൽ എന്ന് പറഞ്ഞിട്ട് 1990 അതായത് ഏത് സ്റ്റേറ്റിനാണ് ഇതിൽ അവകാശം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു നടക്കുന്നുണ്ടായിരുന്നു. അത് കാവേരി റിവർ ഈസ് ഹോം ടു ശിവസമുദ്രം റിഗാർഡ് ആസ് ദ ഫസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റ്. ആദ്യത്തെ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റായിട്ട് അറിയപ്പെടുന്നത് ഇന്ത്യയിൽ ശിവസമുദ്രമാണ്. അത് കാവേരി റിവറാണ് ആണുള്ളത്. കാവേരി റിവറിൽ തന്നെയാണ് ഹൊഗനക്കൽ വാട്ടർഫോൾസും ഉള്ളത്. ഹേമാവതി, അർക്കവതി, അമരാവതി, ഭവാനി, കബിനി, പമ്പാർ, ലക്ഷ്മണ തീർത്ഥ ഇതൊക്കെ കാവേരി നദിയുടെ ട്രിബ്യൂട്ടറീസാണ്. ബാംഗ്ലൂർ സിറ്റിയുടെ പ്രൈമറി വാട്ടർ റിസോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർക്കവതിയാണ്. പിന്നെ ഈ കാവേരി റിവറിൻ്റെ മേജർ ഡാംസ് വരുന്നത് കൃഷ്ണരാജസാഗർ ഡാം കർണാടക, മേട്ടൂർ ഡാം അല്ലെങ്കിൽ സ്റ്റാൻലി റിസർവോയർ തമിഴ്നാടു, ഗ്രാൻഡ് ഡാം ഓർ കല്ലണൈ ഡാം തമിഴ്നാടു. ഇതൊക്കെ മേജർ ഡാംസാണ് കാവേരി നദിയിലുള്ള. ആദ്യമായിട്ട് ഇന്ത്യയിൽ നിർമ്മിച്ച ഒരു ഡാമാണ് കല്ലണൈ ഡാം. ഈ കല്ലണൈ ഡാം സ്ഥിതി ചെയ്യുന്നത് കാവേരി നദിയിലാണ്, നമ്മൾ നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെ ലാർജ് സിറ്റീസ് കാവേരി നദിയുടെ ഇതിലുള്ളതാണ്. കർണാടകയിലെ ശ്രീരംഗപട്ടണം, തമിഴ്നാട്ടിൽ തിരുച്ചിറപ്പള്ളി, തഞ്ചാവൂർ, ഈറോഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പെനിൻസുല റിവേഴ്സിൽ ഈസ്റ്റ് ഫ്ലോയിങ് ആയിട്ടുള്ള മേജർ റിവേഴ്സിനെ കുറിച്ചുള്ളത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യുക.